നമസ്കാരം. ബിസിനസ് മാസ്റ്റർ ഹബിലേക്ക് സ്വാഗതം. നിങ്ങളൊരു സംരംഭകനാണോ? അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ഉടമയാണോ? അതോ നിങ്ങളുടെ കരിയറിൽ വലിയ കുതിച്ചാട്ടം ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷണലാണോ? എങ്കിൽ ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. അത് മറ്റൊന്നുമല്ല, എന്റെ കഠിനാധ്വാനത്തിന് എപ്പോഴാണ് ഫലം ലഭിക്കുക? എങ്ങനെയാണ് ചില ആളുകൾ മാത്രം കോടീശ്വരന്മാരാകുന്നത്? എന്റെ ബിസിനസ് അടുത്ത തലത്തിലേക്ക് എങ്ങനെ കൊണ്ടുപോകും? ഈ ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ ഈ സെഷൻ. ഉണ്ടെങ്കിൽ താഴെ യെസ് ഒന്ന് ടൈപ്പ് ചെയ്ത് വെക്കുക. കാരണം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളും എങ്ങനെ അത് സാധ്യമാകും എന്നതിനെ പറ്റിയാണ് നമുക്കത് ചർച്ച ചെയ്യാനുള്ളത്. ഐ ആം ദിനേശ് മുങ്ങത്ത്. ബിസിനസ് മാസ്റ്ററി ഹബിലെ ഇത്തരം വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗുണകരമായി മാറുന്ന രീതിയിൽ ചെയ്യാൻ ഞാൻ എപ്പോഴും താല്പര്യപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള മാറ്റുന്ന എന്നെയും നിങ്ങളെയും ബിസിനസ് തലത്തിലേക്ക് ഉയർത്താൻ പറ്റുന്ന ചില കണ്ടന്റുകളുമായിട്ടാണ് എപ്പോഴും ഈ ചാനൽ നിങ്ങൾക്ക് മുമ്പിലുള്ളത്. താങ്ക് യു വെരി മച്ച് വൺസ് അഗെയിൻ. അപ്പോ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന നിങ്ങളുടെ ജീവിതത്തെയും ബിസിനസിനെയും മാറ്റിമറിക്കാൻ പോകുന്ന ഒരു മാസ്റ്റർ പ്ലാനുമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. 2026 നിങ്ങൾക്ക് ലക്ഷാധിപതി ആകാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ കോടീശ്വരനാകാൻ സഹായിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ചില കാര്യത്തെ പറ്റിയിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾക്കെല്ലാം അറിയാം, ദ വേൾഡ് ലീഡർഷിപ്പ് ഗുരു എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ മോസ്റ്റ് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ബിസിനസ്സുകാർക്ക് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ബെസ്റ്റ് സെല്ലിംഗ് ഓഥർ ആയിട്ടുള്ള ആളാണ് റോബിൻ ശർമ്മ എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്യുന്നവരാണോ, പ്രൊഫഷണൽ ആണെങ്കിൽ യു മസ്റ്റ് റീഡ് വൺ ഓഫ് ദിസ് ബുക്ക്. ആക്ച്വലി ദ ലീഡർ കുറെ ബുക്കുകളിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് ഞാൻ ഇപ്പോൾ റെഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് ദ 5 AM ക്ലബ്ബാണ്. ഈ 5 AM ക്ലബിൽ റോബിൻ ശർമ്മ മുന്നോട്ട് വെക്കുന്ന ഒരു 4 പ്രധാനപ്പെട്ട പോയിന്റുകൾ ഉണ്ട്. അതിൽ ഒന്ന്, അത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 4 ഇന്റീരിയർ എംപയർ എന്ന ആശയത്തെ കുറിച്ച് സംസാരിക്കുന്നു. അതാണ് ഇന്ന് നമുക്കിവിടെ സംസാരിക്കാനുള്ളത്. ഈ ആശയം വളരെ മൈൻഡ് ട്രെയിനിങ്ങും മറ്റ് മോട്ടിവേഷൻ ക്ലാസ്സുകളും ബിസിനസ് കോച്ചിങ്ങിനൊക്കെ വളരെ ഫണ്ടമെന്റൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു 4 ഇന്റീരിയർ എംപയറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മളെ പറ്റിയിട്ട്, ഒരു ബിസിനസ് ഓണറിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ എന്റർപ്രണറെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഒരു ഹൈലി പ്രൊഫഷണൽ ആയ ഒരാള് എങ്ങനെ ആയിരിക്കണം എന്നതിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഈ 4 ഇന്റീരിയർ എംപയർ എന്ന് ആദ്യം ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതനുസരിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇത് സാധാരണ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊന്നും ഇതൊക്കെ ആണല്ലോ എന്ന് തോന്നുമായിരിക്കും. പക്ഷെ അതല്ല, ഇതിനെ ഡീപ്പായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ട ഒരു സംഭവമാണ്. ഈ നാല് കാര്യങ്ങളും റിച്വലായിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ നമ്മൾ സാധാരണയായി പുറമേയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. നിങ്ങളും ഞാനും ഒക്കെ ബിസിനസ് ചെയ്യുമ്പോൾ ഔട്ട്സൈഡ് വേൾഡിനെ പറ്റിയാണ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആം ഐ റൈറ്റ്? ആണോ? യെസ് ഓർ നോ ടൈപ്പ് ചെയ്തേ. യെസ് ഓർ നോ. നിങ്ങൾക്ക് എന്താണ് പുറമേയുള്ള, അതായത് കൂടുതൽ പണം വേണം, വലിയ ഓഫീസ് വേണം, ആഡംബര കാറുകൾ വേണം, അല്ലെങ്കിൽ വലിയ അടിപൊളിയായിട്ട് ഓഫീസ് ഇന്റീരിയർ ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് പല രാജ്യങ്ങളിലേക്ക് വളർന്നു പോകണം. ഇതൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിനെപ്പറ്റിയിട്ടാണ് അധികം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ റോബിൻ ശർമ്മ പറയുന്നത് യഥാർത്ഥ വിജയം തുടങ്ങുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് എന്നാണ്. അത് നിങ്ങൾക്ക് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും സത്യം അതാണ്, അല്ലെ? നമ്മുടെ ഉള്ളിൽ 4 സാമ്രാജ്യങ്ങളുണ്ട്. 4 ഇന്റീരിയർ എംപയർസ് എന്ന് പറയുന്നതാണ്. ഇവ ഓരോന്നിനെയും നമ്മൾ ശക്തമാക്കിയാൽ പുറമേയുള്ള വിജയം താനെ നമ്മളെ തേടിയെത്തും എന്നുള്ളതാണ് തത്വം. അപ്പോൾ ഈ വളരെ കൃത്യമായി അദ്ദേഹം ഇതിനകത്ത് വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നു. ഞാനത് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞുതരാം. അപ്പോൾ ഈ 4 സാമ്രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്നറിയുക. ഇത് കൂടുതൽ കൃത്യമായി നിങ്ങൾക്ക് ഈ വരും ദിവസങ്ങളിൽ നമുക്ക് ഇതേ ചാനൽ തന്നെ പ്രാക്ടീസ് ആയിട്ട് തന്നെ എടുക്കാം, ഡെയിലി റിച്വൽസ് ആയിട്ട് എടുക്കാം. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഒരു പോസ്റ്റ് നമ്മുടെ പോസ്റ്റ് ഇതിനകത്ത് യൂട്യൂബിൽ തന്നെ പോസ്റ്റിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിന്റെ ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുള്ള ഒരു പോസ്റ്റ് കൊണ്ട് നമ്മൾ ഇവിടെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, ബിസിനസ് മാസ്റ്റർ കമ്മ്യൂണിറ്റിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു കോഴ്സ് പോലെ 60 days പ്രാക്ടീസ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. അതിന്റെ പേര് അർത്ഥസാധന എന്നാണ്. അർത്ഥസാധനയിൽ നിങ്ങൾക്ക് ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്ന ചില കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മളെ മൈൻഡ് സെറ്റിനെ പറ്റി പൂർണ്ണമായിട്ടും ഡിസ്കസ് ചെയ്യുകയും അവിടെ ചില ടെക്നിക്കൽ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കൽ, മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ചാനൽ കൂടി നമുക്കുണ്ട്. അതിന്റെ പേര് എൻ്റെ ദിനേശ് മുങ്ങത്ത് എന്നുള്ള പേരിൽ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിനകത്ത് ഹാപ്പിനെസ് മാസ്റ്ററി ഹബ്ബാണ്. അതിനകത്ത് ഇത്തരം കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് മൈൻഡിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ
സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വളരെ സിംപ്ലിഫൈസ്. അപ്പോൾ നാല് സാമ്രാജ്യങ്ങളെ ഞാൻ ഒന്ന് പറയാം. ഒന്നാമത്തത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, അതായത് ചിന്താഗതി എന്ന് പറയുന്ന സാധനമാണ്. രണ്ടാമത്തെ ഹാർട്ട് സെറ്റ് എന്ന് പറയുന്നതാണ്, ഹൃദയവികാരങ്ങളെ പറ്റിയിട്ടാണ്. മൂന്നാമത്തത് ഹെൽത്ത് സെറ്റ് എന്നുള്ളതാണ്, ആരോഗ്യത്തെ പറ്റിയിട്ടാണ്. നാലാമത്തെ സോൾ സെറ്റ് എന്ന് പറയുന്നതാണ്, നമ്മുടെ ലക്ഷ്യത്തെ അല്ലെങ്കിൽ ആത്മാവിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇവ ഓരോന്നും നമ്മുടെ വിജയത്തെ, ബിസിനസ് വിജയത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. ഓക്കെ, റെഡി? യെസ്. അപ്പോ ഈ വളരെ കൃത്യമായി പറയാം. ഒന്നാമത്തെ കാര്യം മൈൻഡ് സെറ്റ്. എല്ലാവർക്കും അറിയാം മൈൻഡ് സെറ്റ് എന്താ. നിങ്ങളുടെ ബിസിനസ് വളർത്തുന്നതിന് ആദ്യ പടി എന്ന് പറയുന്നത്, നമ്പർ 1 സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്താഗതിയാണ്. ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പോ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോ അല്ലെങ്കിൽ അത് നടത്തിക്കൊണ്ടുപോകുന്നോ അത് നിലനിർത്തി കൊണ്ടുപോകുന്നതിനോ ഒക്കെ ഏറ്റവും പ്രാധാന്യം നമ്മുടെ ചിന്താഗതിയാണ്. നെഗറ്റീവ് ചിന്തകളോ പോസിറ്റീവ് ചിന്തകളോ എല്ലാം നമുക്കുണ്ടാകും. പക്ഷെ നെഗറ്റീവ് ചിന്തകൾ നമ്മളെ തളർത്തുകയും എന്നാൽ പോസിറ്റീവ് ചിന്തകൾ ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ചിന്താഗതി ആയി മാറുകയും അത് നമ്മളെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ 2 മെന്റാലിറ്റിയെ പറ്റി നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് ഫിക്സഡ് മെന്റാലിറ്റി, മറ്റൊന്ന് ഗ്രോത്ത് മെന്റാലിറ്റി. എനിക്ക് കഴിയില്ല എന്ന ചിന്തയുള്ള ബിസിനസ് ചെയ്യുന്നയാൾക്ക് ഒരിക്കലും വിജയിക്കാൻ സാധിക്കില്ല. അപ്പോൾ എനിക്ക് കഴിയില്ല എന്ന ചിന്ത മാറ്റി എനിക്ക് പഠിച്ച് നേടാൻ കഴിയും എന്ന് ചിന്തിക്കുന്നതാണ് ഗ്രോത്ത് മെന്റാലിറ്റി എന്ന് പറയുന്നത്. പുതിയ ടെക്നോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ, മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ, ലീഡർഷിപ്പ് സ്റ്റൈലുകൾ, ഇതൊക്കെ പഠിക്കാൻ നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ് പറയാം. രണ്ടാമത്തെ കാര്യം പ്രോബ്ലം സോൾവിങ് ഫോക്കസ്. പ്രശ്നങ്ങളെ വെല്ലുവിളികളായി കാണാതെ അത് തടസ്സങ്ങളായിട്ട് കാണുന്നവർക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല. ഓരോ പ്രശ്നത്തിലും ഒരു ബിസിനസ് അവസരം ഒളിഞ്ഞിരിപ്പുണ്ടാകും എന്നറിയുക. അപ്പോൾ അതിന് പ്രോബ്ലം സോൾവിങ്ങിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, അല്ല പ്രോബ്ലത്തിലല്ല എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ലേണിംഗ് എന്ന് പറയുന്നത്. ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ അറിവുകൾ നേടാൻ സമയം കണ്ടെത്തുക തന്നെ വേണം. പുസ്തകങ്ങൾ വായിക്കണം, കോഴ്സുകൾ ചെയ്യണം, മെന്റർമാരെ കണ്ടെത്തണം, എന്നിട്ട് ഉപദേശങ്ങൾ സ്വീകരിക്കണം, അതിന് കാര്യങ്ങൾ കൂടുതൽ പഠിക്കണം. നമ്മുടെ കോമ്പറ്റീഷനേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കാൻ ഇത് അത്യാവശ്യമാണെന്ന് അറിയുക. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. കേരളത്തിലെയും UAE-യിലുമുള്ള നമ്മുടെ മലയാളി വ്യവസായികൾക്ക് പ്രാധാന്യമാണ്. അവർ ഒരു ഉദാഹരണമായിട്ട് പറയാം. ഇപ്പൊ നാട്ടില് അടുത്ത കാലത്ത് ഞാൻ കണ്ടൊരു കാര്യമാണ്, നമ്മൾ മുമ്പേയൊക്കെ ഒരു പലചരക്ക് കടയിൽ ഒരു റെസ്റ്റോറന്റിൽ പോയാൽ ഡെലിവറി സിസ്റ്റം ചോദിച്ചാൽ ഡെലിവറി ഒന്നുമില്ല, നമ്മുടെ അടുത്ത് നമ്മൾ ഡെലിവറി ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന മെന്റാലിറ്റിയിൽ നിന്നും ഇന്ന് കാലം മാറി. ഇപ്പൊ ചെറിയ സൂപ്പർ മാർക്കറ്റ് പോലും ഡെലിവറി സിസ്റ്റം, ഡെലിവറി വീട്ടിലെത്തിക്കാൻ, ചില റെസ്റ്റോറന്റ് പോലും ഡെലിവറി സാധാരണ നമ്മുടെ ഗ്രാമങ്ങളിൽ പോലും എത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് അവർ പഠിച്ചതിന്റെ ഭാഗമായിട്ടല്ലേ. അവർ പഠിച്ചു, അത് ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചതിന്റെ ഭാഗമായി അവർക്കത് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനെയാണ് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറ്റാവുന്നതാണ്. ഇതിന് നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ദിവസവും ഒരു 15 മിനിറ്റ് നേരം പ്രചോദനം നൽകുന്ന പുസ്തകങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ പോഡ്കാസ്റ്റുകൾ കാണുക, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള മെന്റേഴ്സിനെ സമീപിക്കുക. നമ്മളെപ്പോലുള്ള ക്ലാസ് ഒരു 10-15 മിനിറ്റത്തെ നമ്മൾ പ്രാക്ടീസിൽ പങ്കെടുക്കുക. നമ്മുടെ ചിന്താഗതികളെ പോസിറ്റീവായി മാറ്റാൻ സഹായിക്കുന്ന തരത്തിലുള്ള കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ബിസിനസ് മാസ്റ്ററി ഹബിന്റെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അഡ്മിനെ വിളിച്ച് എന്തെങ്കിലും സംസാരിക്കണം, അത് നിങ്ങൾ സംസാരിക്കാണ്. എല്ലാ ഡീറ്റെയിൽസും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മൾ രണ്ടാമത്തെ കാര്യം വളരെ ക്ലിയമായി പറഞ്ഞു പോകും. രണ്ടാമത്തെ കാര്യം ഹാർട്ട് സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹൃദയവികാരങ്ങൾ. ഈ ബന്ധങ്ങളിലൂടെ മാത്രമേ നമുക്ക് ബിസിനസ് വളർത്താൻ സാധിക്കുകയുള്ളൂ. അത് നമ്മുടെ വികാരങ്ങളെയും ബന്ധങ്ങളെയും നിയന്ത്രിക്കാനുള്ള കഴിവ് നമുക്കില്ലാതെ പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നമുക്കൊരു ബിസിനസ് വിജയിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ ബിസിനസിനെ നിയന്ത്രിക്കാൻ പറ്റും? ബിസിനസ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന ഒരു പരിപാടിയല്ല. അവിടെ ജീവനക്കാരുണ്ട്, കസ്റ്റമേഴ്സ് ഉണ്ട്, പങ്കാളികളുണ്ട്, വെണ്ടേഴ്സ് ഉണ്ട്. അവരുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ വളരെ നിർണായകമാണ് നമ്മുടെ വിജയത്തിനനുസരിച്ച്. അപ്പൊ അവിടെ നമ്മുടെ ഹൃദയവികാരം എന്ന് പറയുന്നത്, ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കുക, ഹാർട്ട് സെറ്റിന് ഹൃദയവികാരങ്ങൾക്ക് ഏറ്റവും പ്രധാനമായ 3 കാര്യങ്ങൾ പറഞ്ഞു പോകാം. ഒന്നാമത്തെ ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. നമ്മുടെ വികാരങ്ങൾ എന്ന് പറയുന്നത് മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാക്കണം. ഓരോ നല്ല ലീഡേഴ്സിനും അത് വളരെ പ്രാധാന്യമാണ്. ദേഷ്യം, സങ്കടം, ടെൻഷൻ
കോമൺ ആയിട്ടുണ്ടാവുന്ന കാര്യം. പക്ഷെ ഇതൊക്കെ നമ്മുടെ തീരുമാനങ്ങളെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതാണ് EI എന്ന് പറയുന്നത്. രണ്ടാമത്തെ EC എന്ന് പറയുന്നത് എംപതി ആൻഡ് കമ്പാഷൻ എന്ന് പറയും. നമ്മുടെ കസ്റ്റമറുടെയും ജീവനക്കാരുടെയും ആവശ്യങ്ങൾ മനസ്സിലാക്കുക, അവരെ കേൾക്കുക, അവർക്ക് വേണ്ടി നല്ലത് ചെയ്യുക. ഇത് നമ്മളിൽ ലോയാലിറ്റി ഉണ്ടാക്കും. ഇത് വളരെ കൃത്യമായി നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ BS എന്ന് പറയും, ബിൽഡിംഗ് സ്ട്രോങ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സാധനം. ശക്തമായ നെറ്റ്വർക്ക് ഉണ്ടാവണം. നമുക്ക് മറ്റ് ബിസിനസ് ഉടമകളുമായിട്ട് ബന്ധപ്പെടണം, അവരുടെ അനുഭവം കേൾക്കണം, ആവശ്യമെങ്കിൽ അവരെ സഹായിക്കുകയും വേണം. ഇറ്റ്സ് എ നെറ്റ്വർക്കിംഗ് സിസ്റ്റം ആയിരിക്കണം. അപ്പൊ ഇത് വളരെ കൃത്യമായിട്ട് നമ്മളെ ഹാർട്ട് സെറ്റിൽ നമ്മൾ ഉപയോഗിക്കേണ്ട സാധനമാണ്. നമുക്ക് ഒരുപാട് ഇപ്പോൾ വീണ്ടും ഞാൻ പറയും, ഞാൻ UAE ആയതുകൊണ്ട് UAE ബിസിനസ്സുകാരും വിവിധ രാജ്യങ്ങളിലെ ആൾക്കാരുമായി ബന്ധപ്പെടുന്നവരാണ് അല്ലെ, പല പല കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെടുന്നവർ. അപ്പൊ അവരുടെയൊക്കെ സംസ്കാരങ്ങളും വികാരങ്ങളും മനസ്സിലാക്കി പെരുമാറാതിരുന്നു കഴിഞ്ഞാൽ ബിസിനസ് ശക്തമാക്കാൻ പറ്റില്ല. അതൊക്കെ നമുക്ക്, പക്ഷെ മലയാളീസ് അതിന് കഴിവുണ്ട് അവിടെ ഇരുന്ന്, അതുകൊണ്ട് എല്ലാവരും സക്സസ് ആവുന്നത്. അപ്പൊ കേരളത്തിലാണെങ്കിൽ കുടുംബ ബിസിനസ്സുകളിലൊക്കെ ഉള്ളവർക്ക് നിങ്ങൾ പരസ്പരം കണക്ഷൻസ് വളരെ കൃത്യമായി ചെയ്യണം. അപ്പൊ ഇത് വളരെ ലളിതമാണ്. എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് നേരം അതിന് ഗ്രാറ്റിറ്റ്യൂഡ് നൽകുന്ന പ്രാക്ടീസിലേക്ക് പോയാൽ മതി. അതിനൊക്കെ നന്ദി പറയും, നന്ദി വികാരം മനസ്സിലുണ്ടാക്കിയാൽ മതി, പറ്റും. ഇത് നമ്മൾക്ക് അതിനകത്ത് നമ്മുടെ കോഴ്സിൽ നമ്മുടെ ഡെയിലി പ്രാക്ടീസ്, റിച്വൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹെൽത്ത് സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രാധാന്യമുള്ള കാര്യം. ഊർജ്ജസ്വലമായ ഒരു ശരീരമുണ്ടെങ്കിൽ മാത്രമേ ഊർജ്ജസ്വലമായ ഒരു ബിസിനസ് കെട്ടിപ്പടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മുടെ ശാരീരിക ആരോഗ്യം എന്ന് പറയുന്നത്, നമുക്ക് എത്ര നല്ല ബിസിനസ് ആശയങ്ങൾ ഉണ്ടായെന്നും കാര്യമില്ല, അതിനെയെല്ലാം കഠിനാധ്വാനത്തിലൂടെ ചെയ്യാനുള്ള ഊർജം നമുക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് സക്സസ് ആക്കാൻ പറ്റില്ല. അപ്പൊ ആ ഊർജം വരുന്നത് നല്ല ആരോഗ്യത്തിൽ നിന്നാണെന്ന് അറിയാം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 3 കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ മതി, അല്ലെ 4 കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ മതി. ഒന്ന്, ഫിസിക്കലായിട്ട് ആക്ടിവിറ്റി. എല്ലാ ദിവസവും വ്യായാമം ചെയ്യണം. നടക്കുക, ഓടുക, യോഗ, എക്സസൈസ്, മെഡിറ്റേഷൻ, ഇത് നിർബന്ധമായി പാലിക്കണം. ഇത് നമ്മുടെ ശരീരത്തിന്റെ എനർജിക്ക് വേണ്ടി. അവ എന്തായാലും നമ്മുടെ ശരീരം ചലിക്കുക തന്നെ വേണം. അത് നമ്മുടെ മാനസികാരോഗ്യത്തിന് നല്ലതാണ് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്, ആരോഗ്യകരമായ ഭക്ഷണം. ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കി, മധുരപലഹാരങ്ങൾ ഒഴിവാക്കി, മറ്റു ലിക്വറും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നമ്മുടെ തലച്ചോറിനും ശരീരത്തിനും ശരിയായ പോഷണം ലഭിക്കേണ്ടത് ആവശ്യമാണെന്നിട്ട് ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ ചെയ്യണം. മൂന്നാമത്തെ കാര്യം ക്വാളിറ്റി സ്ലീപ്പ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള, ആവശ്യത്തിന് ഉറങ്ങുക. ഉറക്കം കുറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധയും കാര്യക്ഷമതയും കുറയും എന്നുള്ള തത്വം അറിയുക. ഇത് ബിസിനസ് തീരുമാനങ്ങളെ ബാധിക്കുക തന്നെ ചെയ്യും. നാലാമത്തെ കാര്യം സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്, ബിസിനസ് സ്ട്രെസ് സാധാരണയാണ്. അതിന് മെഡിറ്റേഷൻ ചെയ്യുക, ഹോബികളിൽ ഏർപ്പെടുക, യാത്രകൾ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ നമ്മളെ കളികളിൽ ഏർപ്പെടുക. ഇതൊക്കെ നമ്മുടെ സ്ട്രെസ് കുറക്കാൻ സാധിക്കുന്നത്. ഇനി വളരെ കൃത്യമായി നിങ്ങൾ പറയാം, എല്ലാ ദിവസവും നമ്മൾ രാവിലെ യോഗ മെഡിറ്റേഷൻ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഹാപ്പിനെസ് മസ്റ്റേഡ് ഹബ്, ഹാപ്പിനെസ് യോഗ ആൻഡ് മെഡിറ്റേഷൻ നമുക്ക് എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. 5 മണി തൊട്ട് 6 മണി വരെ ഈ പറഞ്ഞതെല്ലാം അതിനകത്തോട്ട് കടന്നു പോകുന്ന ഒരു വലിയൊരു കമ്മ്യൂണിറ്റി, നമ്മളുടെ 500-600 ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ് നമ്മളിലുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അഡ്മിൻ വിളിച്ച് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. എല്ലാ ദിവസവും ഫുൾ എനർജി, മോട്ടിവേഷൻസും എനർജിയും യോഗയൊക്കെ ചേർന്ന കംപ്ലീറ്റ് പാക്കേജ് ആണ് കൊടുക്കുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സോൾ സെറ്റ് എന്ന് പറയുന്നത്, അതായത് ആത്മാവിന്റെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുക. നമ്മുടെ ബിസിനസ്സിന് ഒരു ആത്മാവുണ്ട് അല്ലെ, ഓരോന്നിനും അതിൻ്റെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആത്മാവും ലക്ഷ്യബോധവും, എന്തിനാണ് നിങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നത്, എന്തിനാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് കഠിനാധ്വാനം ചെയ്യാൻ പോകുന്നത്, എന്തുണ്ടാക്കാനാണ് ഞാൻ പോകുന്നത്, വെറും പണം ഉണ്ടാക്കുന്നതാണോ എൻ്റെ ലക്ഷ്യം, അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ലക്ഷ്യം എനിക്കുണ്ടോ, ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കണം. പണം ഒരു ജസ്റ്റ് ഒരു പെരിഫറൽ ആയിട്ടുള്ള കാര്യം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് വാല്യൂ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ അതിന് നിങ്ങൾ 3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഒന്ന്, പർപ്പസ് ഡ്രിവൻ ബിസിനസ് ആയിരിക്കണം. ഒരു ബിസിനസ് സമൂഹത്തിന് എന്ത് മൂല്യമാണ് നൽകുന്നത്, നിങ്ങൾ ആരെയൊക്കെയാണ് ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത് എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരമുണ്ടായിരിക്കണം. ആ ഉത്തരമാണ് നമ്മുടെ ബിസിനസിന്റെ ആത്മാവ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം വാല്യൂ ആൻഡ് ഇന്റഗ്രിറ്റി നമുക്ക് ഉണ്ടാവണം. സത്യസന്ധതയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ ബിസിനസ് ധാർമ്മികമായ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നുവെന്നും അത് പരമകാരുണ്യവാനായ അള്ളാഹുവിന്റെ അല്ലെങ്കിൽ നമ്മുടെ ദൈവീകതയിൽ ഒതുങ്ങിക്കൊണ്ടായിരിക്കണം എന്ന് മാത്രം ഉറപ്പിക്കുക. അല്ലാത്ത ഒരു ബിസിനസ്സിനും സ്ഥായിയായി നിലനിൽക്കാൻ പറ്റില്ല.
ഇത് ദീർഘകാല വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇന്റഗ്രിറ്റി ഉണ്ടാവുക, സത്യം ഉണ്ടായിരിക്കുക എന്ന്. മൂന്നാമത്തെ കാര്യം ഇന്നർ പീസ് ആൻഡ് ഫുൾഫിൽമെന്റ് എന്ന് പറയുന്ന സാധനം. എന്താണ്? പണവും വിജയവും സന്തോഷം നൽകും, പക്ഷെ എന്നാൽ യഥാർത്ഥ സംതൃപ്തി നൽകുന്നത് എവിടെ ചെയ്യുമ്പോഴാണ്? നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ലക്ഷ്യം കണ്ടെത്തുമ്പോൾ മാത്രമാണ്, അല്ലേ? ഉദാഹരണത്തിന് ഒരുപാട് ആൾക്കാർ ഉദാഹരണം പറയും. നമുക്കൊക്കെ ഏറ്റവും എടുത്ത് ഉദാഹരണം പറയുന്നതാണ് യൂസഫ് സാഹിബ് എന്ന് പറയുന്നത്. ഇതെല്ലാം അടങ്ങുള്ള ഒരു വലിയൊരു എന്താ പറയാ മനുഷ്യത്വത്തിന്റെ ഉടമയാണ്. അപ്പൊ കേരളത്തിലെ നമ്മൾ പതിവ് ബിസിനസ്സുകാരിൽ ഉത്തരവാദിത്വമുള്ള ബിസിനസ്സുകൾക്ക് എപ്പോഴും സ്വീകാര്യതയുണ്ട്. നമ്മുടെ ബിസിനസ്സിനെ ഒരു പ്രാവശ്യം തട്ടിക്കുട്ടിയൊക്കെ വരുന്നവരൊക്കെ ഉണ്ട്, അതിനെപ്പറ്റി ഞാൻ പ്രതിപാദിക്കുന്നില്ല. പക്ഷേ സത്യസന്ധതയോടുകൂടി ആ ദൈവികതയിൽ നിന്ന് ബിസിനസ് ചെയ്യുന്നവർക്ക് എന്നും അവരുടെ ബ്രാൻഡിന് വിശ്വാസ്യതയുണ്ട് എന്നറിയുക. ഇത്രയും കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബിസിനസിന്റെയും ജീവിതത്തിന്റെയും പർപ്പസ് സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കാൻ സാധിക്കണം. ഒരു വിഷൻ ബോർഡ് പോലെ വിഷൻ ആൻഡ് മിഷൻ നമ്മൾ എഴുതി തയ്യാറാക്കണം. അത് എപ്പോഴും ലക്ഷ്യബോധമുള്ളവരാക്കുന്നതാണ് എന്ന് തിരിച്ചറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു അത്രയില്ല. ഞാനിപ്പോൾ കൺക്ലൂഡ് ചെയ്യാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനിത് കൺക്ലൂഡ് ചെയ്യാണ്. 2026 നിങ്ങൾ കോടിപതി ആവണമെങ്കിലോ ലക്ഷപ്രഭു ആവണമെങ്കിലോ ഒക്കെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 4 ഇന്റീരിയർ എംപയറിനെ ശക്തിപ്പെടുത്തുക എന്നാണ്. ഒന്നുകൂടി പറയാം. മൈൻഡ് സെറ്റ്, ശരിയായ ചിന്താഗതി വളർത്തുക. രണ്ടാമത്തെ ഹാർട്ട് സെറ്റ്, നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുക. മൂന്നാമത്തെ ശാരീരികവും മാനസികവും ആരോഗ്യവും നിലനിർത്തുക. നാലാമത്തെ സോൾ സെറ്റ് ഉണ്ടാക്കുക. നിങ്ങളുടെ ജീവിതത്തിനും ബിസിനസ്സിനും ഒരു ലക്ഷ്യം കണ്ടെത്തുക എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഒരു ദിവസത്തെ പ്രക്രിയയല്ല എന്ന് പ്രിയ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. തുടർച്ചയായ പരിശ്രമത്തിലൂടെ മാത്രമാണ് സാധ്യമാകുക. എന്നാൽ ഈ 4 മേഖലകളിലും നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നിങ്ങളുടെ ബിസിനസ് വിജയത്തിലും ജീവിതത്തിലും വിജയവും വ്യക്തി ജീവിതത്തിലെ വിജയവും അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഐ എം ഗോയിങ് ടു കൺക്ലൂഡ് നൗ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചോദ്യങ്ങളും ഒക്കെ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി മറ്റ് ബിസിനസ് ആൾക്കാരുമായി പങ്കുവെക്കാനും മറക്കാതിരിക്കുക. ബിസിനസ് മാസ്റ്ററി ഹബ്ബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ഇനി വരുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ പുതിയ അറിവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ദിനേഷ് മുങ്ങത്ത് സൈനിങ് ഓഫ്. താങ്ക് യു വെരി മച്ച്. We love you all. Thank you.